അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക പ്രഖ്യാപനങ്ങളുമായി UDF സർക്കാർ. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിലൊന്നായ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പുകൾ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നവകേരള യാത്രയിലെ പോലീസ് മർദ്ദനം അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 15/12/2023 ഈ നവകേരള സദസ്സിൻ്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. അതിൽ ഇല്ലേ, നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. മുഖ്യമന്ത്രിയുടെ ആദ്യ ക്യാബിനറ്റിൽ ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. നവകേരള യാത്രയ്ക്കിടെ കരിങ്കൊടി കാണിച്ച സംഭവത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന AD തോമസിനെ നടു റോട്ടിലിട്ട് തല്ലിച്ചതച്ചത്. ഭരണം കിട്ടിയാൽ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുമെന്ന് അന്നേ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞിരുന്നു. AD തോമസ് ആലപ്പുഴയിൽ നിന്നും മുതിർന്ന CPM നേതാവ് ചിത്രരഞ്ജനെ പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലെത്തിയത്. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുള്ളിരുട്ട. ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. Solar Lights. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ